സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കള്ളനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അനുമോള് ഒച്ചെടുത്തത് പ്രകാരം നമ്മുടെ ബാലൻ എല്ലായിടത്തും വന്ന് അന്വേഷിക്കുന്നുണ്ട്. മോളിൽ നിന്നാണെങ്കിൽ ആനന്ദവും അതുപോലെ തന്നെ മാമനും വരുന്നുണ്ട്. ആകാശിന് മാത്രം കാണുന്നില്ല. എല്ലാവരും എല്ലായിടത്തൊക്കെ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഗോമതി കുറ്റം പറയുന്നുണ്ട് മീനാക്ഷിനെ. എങ്ങനെയാണ് ഉള്ള സ്വർണ്ണമൊക്കെ വലിച്ചു വാരിയിട്ടല്ലോ ഓരോരുത്തർ വന്നേക്കുന്നത്, പിന്നെ എങ്ങനെ കള്ളം വരാണ്ടിരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അനിയത്തി പറയുന്നുണ്ട്, അമ്മ ചേച്ചി സ്വർണ്ണമൊക്കെ സൂക്ഷിച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത്, എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അച്ചാച്ച പോയി കെടുക്കുക അച്ഛാ, അത് വല്ല അത് തോന്നിയതാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാലനും ഗോമതിയും മീനാക്ഷിയും കൊച്ചൊക്കെ അകത്തേക്ക് പോകും. ആനന്ദ് എന്ന് പറയുന്നുണ്ട്, ഇതവൻ തന്നെ ആവുള്ളൂ എന്ന് മാമനോട് പറയുമ്പോൾ മാമൻ പറയും പിന്നെ അല്ലാണ്ടെന്ന് പറഞ്ഞ് ആ സമയത്ത് ചെടിയിൽ അവിടെ ഒരു ഇണക്കുണ്ടാവും. അപ്പം നമ്മുടെ ധർമ്മമാമൻ കല്ലെടുത്തെറിയുന്നുണ്ട്. കല്ലെടുത്തെറിയുമ്പോൾ പട്ടി കരയുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ട്. ഇത് ചെറിയ പട്ടീനെ കൊണ്ട് കണ്ടില്ലേ, വേറെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ മുകളിലേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് രാവിലെ മീനാക്ഷി കുളിച്ച് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതേ സമയം തന്നെ അടുക്കളയിലേക്ക് ഇനി ആദ്യം വരുന്നത്. അടുക്കളയിൽ വന്നിട്ട് അമ്മേ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്തായാലും ഗോമതി ഒന്നും മിണ്ടുന്നില്ല. ഗോമതി ആകെ വിഷമിച്ച് ദേഷ്യപ്പെട്ടിരിക്കുകയായിരിക്കുള്ളൂ. ഗോമതി മറുപടി ഒന്നും പറയില്ല. പിന്നെ ചോദിക്കുന്നത്, നിന്നോടല്ലേ പറഞ്ഞത് ഇവിടേക്ക് വരണ്ടാന്ന്, നീ ഇവിടെ നിന്ന് പുറത്ത് പോ, ഈ വീട് മുഴുവൻ കത്തിച്ചിട്ട് നീ ഗുഡ് മോർണിംഗ് പറയുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ അമ്മാന്ന് നീ വിളിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അമ്മായി എന്നൊക്കെ വിളിക്കുന്നത് മോശമല്ലേ എന്ന് വെച്ചപ്പോൾ നീ എന്നെ കളിയാക്കേടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പോടി ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷിനെ അവിടെ നാട്ടി ഓടിക്കുന്നുണ്ട്. അപ്പുറത്തുനിന്നാണെങ്കിൽ കൃഷ്ണമംഗലത്ത് നിന്ന് ആ നരുന്ത് പെണ്ണ്, അതായത് മിത്ര കുശുമ്പുകാരത്തി വന്നു കഴിഞ്ഞിട്ട് എത്തിച്ച് നോക്കുമ്പോൾ ഗോമതിയുടെ മുറ്റത്ത് കോലയില്ല. അങ്ങനെ അവൾ അമ്മേനെയും ചെറിയമ്മേനെയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട്. അമ്മയെ നോക്കി, നമ്മുടെ ദേവമംഗലത്ത് കോലമില്ല, എന്തായിരിക്കും ഇവിടുത്തെ കോലത്തിൻ്റെ അളവെടുത്ത് അവിടെ കോലം വരയ്ക്കലും അപ്പോഴത്തേനും നടക്കാൻ പോകുന്ന ബാലം വരന് പിന്നെ അങ്ങോട്ട് എന്തൊക്കെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വിളിക്കൽ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി വന്ന് പറയുന്നുണ്ട്, മോളെ നീ അവരിപ്പോൾ വിഷമിച്ചിരിക്കുന്ന അവരെ നീ ഉപദ്രവിക്കരുത്, അതുകൊണ്ട് നീ ആര്യൻ്റെ അടുത്തേക്ക് അലോകിനെ പറഞ്ഞു വിടരുത്. അച്ഛമ്മ എന്ത് പറഞ്ഞാലും ശരി തന്നെ ഞാൻ അലോകിനെ ആര്യൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക തന്നെ ചെയ്യുള്ളൂ. അമ്മായിനെ നമുക്ക് ഗോമതി അമ്മായിനെ നമുക്ക് വെറുതെ വിടാം, പക്ഷെ ബാക്കി ആരും വെറുതെ വിടാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ വന്ന ചേച്ചി നല്ലതെന്ന് തോന്നുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൾ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മീനാക്ഷിനെ ആകാശിനെ മുറിയിലാണ്. ആകാശ് ചോദിക്കുന്നു, നീ എന്തിനാ അമ്മനോടൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ മീനാക്ഷി ആ ഗുഡ് മോർണിംഗ് നമ്മുടെ ബാലനോടും പറയുന്നുണ്ട്. ബാലൻ വടയൊക്കെ വാങ്ങി വരുന്ന സമയത്ത് കോലം കാണുന്നില്ല, കോലം കാണാണ്ടാവുമ്പോൾ നീ ഗോമതി നിന്നോട് ആര് പറഞ്ഞിട്ട് കോലം വരയ്ക്കാണ്ടിരിക്കാൻ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, നാളെ തുടങ്ങി ഇവിടെ കോലം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അച്ഛാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയുന്നത്, അടുക്കളയിൽ വന്ന് എന്നോടും പറഞ്ഞു ബാലേട്ടാ ഗുഡ് മോർണിംഗ്. അതെ, ഒരു പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി വന്നൊരു പെണ്ണെന്നുള്ള നിലയ്ക്ക് നീ വീട്ടിൽ കയറ്റിയിട്ടുള്ളത്, അത് തലയിൽ തലയിൽ കയറരുത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ സമയത്ത് ഗുഡ് മോർണിംഗ് അല്ലാണ്ട് വേറെ എന്താ പറയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗോമതി എൻ്റെ ചിട്ടകളും ശീലങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ബാലൻ ഇങ്ങനെ അലറുണ്ട് ചെയ്യുന്നത്. മീനാക്ഷി ഇങ്ങനെ അതൊന്നും കണ്ടിട്ട് കുലുങ്ങുന്നില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം അച്ഛാന്നും പറഞ്ഞ് മീനാക്ഷിനെ വിളിച്ച് ആകാശകത്തേക്ക് പോകും. വടയാണെങ്കിൽ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കും. ധർമ്മം പറയുന്നുണ്ട് വടയെങ്കിൽ വട എന്നും പറഞ്ഞ് അത് മേടിക്കും. ആ സമയത്ത് ഒരു വട കൂടുതലുണ്ട്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, ഇത് മീനാക്ഷി ചേച്ചിക്കാണോ അത് ആര്യം ചേട്ടന് വാങ്ങിയതാണോ അച്ഛാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് ബാലൻ. പിന്നീട് മീനാക്ഷിനെ വഴക്ക് പറയുന്ന ആകാശ്, നീ എന്ത് ധൈര്യത്തിലാണ് അച്ഛനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ്. പിന്നെ ഗുഡ് മോർണിംഗ് അല്ലാണ്ട് ഗുഡ് ഈവനിങ് ആണോ പറയേണ്ടതെന്ന് ചോദിക്കുന്നു. ഇടി അച്ഛനോടൊന്നും ഇവിടെ ആരും അങ്ങനെ ഗുഡ് മോർണിംഗ് ഒന്നും പറയാറില്ല, അതെന്താ നിങ്ങളുടെ അച്ഛനത്, എന്തിനാ അച്ഛനെ പേടിക്കുന്നത്, അച്ഛനെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് അച്ഛനെ പേടിക്കുകയല്ല, അത് നീ കുറച്ച് നാൾ ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഞാൻ അച്ഛനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞതൊക്കെ പോട്ടെ, ഇന്നലത്തെ നല്ലൊരു രാത്രിയല്ലേ നമ്മൾ കളഞ്ഞു കുളിച്ചത്, എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ പറയാനും കാര്യങ്ങളുണ്ടായിരുന്നു, അതിന് ഇനിയൊരു 10,000 രാത്രികൾ നമ്മളെ മുന്നിലുണ്ടായിരുന്നു, നമ്മുടെ ആദ്യ രാത്രി പോയില്ലേ ആകാശ്, നിനക്ക് അതേക്കുറിച്ചൊന്നും പറയാനില്ലെന്ന് വെച്ചപ്പോൾ മീനാക്ഷി ഇങ്ങനത്തെ കല്യാണമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നീ അതൊക്കെ ക്ഷമിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിനക്ക് എന്നോട് വെറുപ്പാണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ആര്യൻ്റെ കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ, ആര്യൻ സത്യങ്ങൾ തുറന്ന് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന ഒരാൾ ഇന്നും വീടിന് പുറത്തായിരിക്കും, അതിപ്പോൾ ഞാനും ആര്യനും ഒരേപോലെ എന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. മീനാക്ഷി ആര്യനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. പിന്നീട് ആകാശ് സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മീനാക്ഷി ഇങ്ങനെ കുറച്ച് നേരം നിൽക്കും. പിന്നെ കവളിയിൽ ഒരു ഉമ്മം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം
ഞാൻ ജോലിക്ക് പോകുന്നു പറഞ്ഞപ്പോൾ ഇന്ന് പോകണമെന്ന് ചോദിച്ചപ്പോൾ ആ പോകണം, എനിക്ക് ജോലിക്ക് പോകാതെ പറ്റില്ല, ഹോട്ടലിൽ നിന്ന് ഞാൻ ഭക്ഷണം മേടിച്ചിട്ടുണ്ടായിരുന്നു മീനാക്ഷി എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ ഓഫീസ് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം, ഞാൻ പോയാൽ ഇവർക്ക് അത്രയ്ക്കും റിലീഫ് ആവില്ലേ, അച്ഛനും അമ്മയൊക്കെ ഒന്ന് സ്വതന്ത്രമായിട്ട് ഇരുന്നോട്ടെ, ഞാൻ പോകാം ആകാശം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അമ്മനോട് പോയി പറഞ്ഞിട്ട് വന്ന് പറയുന്നു. അതേസമയം തന്നെ അടുക്കളയിൽ അനുവും ഗോമതിയും കൂടെ നല്ലോണം സന്തോഷത്തോടൊക്കെ പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്ത് അമ്മയെന്ന് വിളിക്കുമ്പോൾ മീനാക്ഷി പെട്ടെന്ന് അമ്മയെന്ന് വിളിക്കും. ഗോമതി ആണെങ്കിൽ ഓന്ന് വിളി കേൾക്കും. എന്നിട്ട് പിന്നെ പെട്ടെന്ന് അത് ചമ്മി നാണം കെട്ട പോലെ ആയിട്ട് ഞാൻ അനുവിനോട് ചോദിക്കും, എന്തേടി നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കും. ഞാൻ അമ്മനെ വിളിച്ചില്ലല്ലോ, ചേച്ചീനെ വിളിച്ചത്. നിന്നോടല്ലേ ഇവിടുന്ന് പോകാൻ പറഞ്ഞതാണ്. അപ്പോൾ അനു പോകുന്നുണ്ട് അടുക്കളയിൽ നിന്ന്, നിന്നോടല്ല പോകാൻ പറഞ്ഞത്. അപ്പം മീനാക്ഷി പറയുന്നുണ്ട്, മോളെ എന്നോടൊന്ന് പറയുന്നതെന്ന് പറഞ്ഞ്, അമ്മ ഞാൻ ജോലിക്ക് പോകണ്ടാന്ന് പറഞ്ഞാണ്. നീ ജോലിക്ക് പോകണമെന്ന് എന്നോട് ചോദിക്കണേന്ന് ചോദിച്ച്, ഈ വീട്ടിൽ ആരെങ്കിലോട് ആകാശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിക്കാൻ, അതുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് ധർമ്മമാമ വരുന്നുണ്ട്. ധർമ്മനോട് പറയാം, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ധർമ്മമാമ ഞാൻ ജോലിക്ക് ഓഫീസിൽ പോകാൻ പോണ്, അത് അമ്മനോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ ചേച്ചി ഇപ്പോഴത്തെ കാലത്ത് മരുമക്കൾ ജോലിക്ക് പോണത് പറയുന്നത് തന്നെ ഒരു ഭാഗ്യം ഒന്ന് കൂട്ടിയാൽ മതി പറഞ്ഞപ്പോൾ, നീ എന്നെ കളിയാക്കാടാന്നൊക്കെ ചോദിച്ച് ആങ്ങളനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഗോമതി. ഇതേസമയം തന്നെ മൂത്ത മോളും മരുമോനും കൂടെ വരുന്നുണ്ട്. വന്ന് അവർ വലിയൊരു അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അയ്യോ നമ്മുടെ വീട് തല കീഴായി മറിഞ്ഞില്ലേ അച്ഛാന്നൊക്കെ ചോദിച്ചപ്പോൾ, ഇവിടെ ഒരു കുഴപ്പമില്ല, നീ ആയിട്ട് കള്ളക്കണ്ണീര് ഒഴുക്കാൻ നിൽക്കണ്ട. ആ സമയത്ത് ഗോമതി വന്ന് പറയുന്നുണ്ട്, ഇത്രയും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ ആ സമയത്ത് മുങ്ങിയതെന്ന് ചോദിക്കും. അമ്മ അത് ഞാൻ വിളിച്ചിട്ടാണ്, അവിടെ നിൽക്കണ്ട കുഞ്ഞു കരയുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് വരുത്തിയതാണ് അവളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും അവളെ ഒന്ന് പോയി കാണട്ടെ, അവൾ രണ്ട് വർത്താനം പറഞ്ഞുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ആകാശിനോട് പറയുന്നുണ്ടാ, നീ എന്ത് ധൈര്യത്തിലുണ്ട നീ ചെയ്തത് ശരിയായടാന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആ സമയത്ത് മീനാക്ഷി ചോദിക്കേണ്ട ആരാന്ന് ചോദിക്കും. അത് ശരി, ഇന്നലെ ഈ മഹാസംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായി, കണ്ടില്ല പോകുന്നൊരിക്കൽ. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഇല്ല കണ്ടില്ല, തിരക്കിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മീനാക്ഷി, ഇതെൻ്റെ ചേച്ചീന്. ഓ അനുജ ചേച്ചിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇതന്നെ ആകാശ് പറഞ്ഞ് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അനുജ ആകെ വണ്ടറടിച്ച് നിൽക്കുന്നത് എന്നെക്കുറിച്ച് തന്നെയാണോ, ഇവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ട് നല്ല സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചേച്ചിക്കൊരു സമ്മാനം മേടിച്ചാരെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതെ പണ്ട് ഞാൻ ഇവനെ അത്രയും നോക്കിയിട്ടുണ്ട്, എൻ്റെ അടുത്തുനിന്ന് പോകൂലായിരുന്നു ഇവൻ, അതിന് ഇവൻ എന്നോട് ഇത്രയും സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമായി രണ്ട് നാത്തൂന്മാർ ഭയങ്കര സ്നേഹം, വഴക്ക് ഇടാൻ വന്നാനെ അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഹാളിലേക്ക് എല്ലാവരും ഒത്തുകൂടി നിൽക്കുകയായിരിക്കും. ആ സമയത്ത് മീനാക്ഷി വന്ന് പറയും, അച്ഛാ ഞാൻ ഓഫീസിൽ പോകുന്നു പറഞ്ഞപ്പോൾ വീണ്ടും എല്ലാവരും പേടിക്കുന്നുണ്ട്. അച്ഛനോട് മിണ്ടുന്നോ, നേരിട്ട് അങ്ങോട്ട് മിണ്ടുന്നോ ചോദിക്കുമ്പോൾ എന്താ കുഴപ്പം, ഇവിടെ ആരും ഓഫീസിൽ പോയാലും പോയില്ലെങ്കിലും എന്നോട് ഒരാളൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് ബാലൻ പറയുന്നുണ്ട്. ധർമ്മ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട, ഇവിടെ ആരെന്ത് ചെയ്താലും ഒരാളും എന്നോട് അഭിപ്രായം ചോദിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകണം അച്ഛാ, ഞാൻ ഓഫീസിലേക്ക് പോകുന്നു മീനാക്ഷി വീണ്ടും കുലുക്കുമില്ലാതെ പറയുന്നുണ്ട്. ചേച്ചി ഞാൻ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞാലും വല്ല തെറ്റുണ്ടോ എന്ന് മീനാക്ഷി നമ്മുടെ അനുജനെ മൂത്ത് വയ്ക്കുമ്പോൾ, എന്നോട് ഇതിനൊരു അഭിപ്രായം ചോദിക്കല്ലേ കുഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷി അനുജ ഒഴിയുന്നുണ്ട്. അനുജിക്ക് ആ നേരത്ത് നാത്തുവിൻ്റെ കൂടെ നിൽക്കണ അച്ഛൻ്റെ കൂടെ നിൽക്കണമെന്ന് അറിയാണ്ട് വിഷമിച്ച് നിൽക്കുന്നു. എന്തായാലും ആ സമയത്ത് തന്നെ മീനാക്ഷി ഒരു കുലുക്കമില്ലാണ്ട് ഓഫീസിലേക്ക് ഇറങ്ങിപ്പോകും. ഇത് ധൈര്യം ഇങ്ങനത്തെ ഒരു ധൈര്യം ചാൾസ് മഹാരാജാവിന് മാത്രം കണ്ടിട്ടുള്ളൂ എന്ന് അനുജയുടെ ഭർത്താവും പറയുന്നുണ്ട്. കാരണം ബാലൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ അന്തം വിട്ട് മീനാക്ഷിയെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.